എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുക്കിംഗ് വീഡിയോസാണ് ചെയ്യാറ്. അതും ഫേസ് ഇന്ന് വരെ കാണിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഫുൾ വോയിസ് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ടൊരു 2-2.5 വർഷത്തോളമായിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് ഒരു 6 മാസം അടുപ്പിച്ച് 6 മാസം ആയിട്ടില്ല. അപ്പം ആ ഒരു 6 അല്ലെങ്കിൽ ഒരു 5 മാസത്തിനുള്ളിലായിട്ട് എനിക്ക് ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് 1K ആയിട്ട് 2 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിന് എന്നെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് സജിത്ര എന്നാണ്. ഞാൻ കൂടുതലായിട്ടും കുക്കിംഗ് വീഡിയോസാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ വ്ലോഗൊന്നും അധികം ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഫാമിലീസിൽ എന്തെങ്കിലും ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാനത് ഇടാറുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലും ഞാൻ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. ഭയങ്കരമായിട്ട് പനി എന്നെ തകർത്ത് കളഞ്ഞ് ഒത്തിരി ദിവസമായി ഞാൻ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളൊരു പനിയിലായിരുന്നു. 2 പ്രാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് ഇപ്പോൾ ഒരുവിധം ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എനിക്ക് എനിക്ക് ചെയ്തേ പറ്റൂ എന്നെനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം എന്നെ വിശ്വസിച്ച് ഒത്തിരി പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് അവരൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്ക് നിങ്ങളിലും ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് വീഡിയോസ് ഇടുന്നില്ല എന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പനിയായിട്ട് നമ്മൾ കുക്കിങ്സോ ഒന്നും ചെയ്യാറില്ല, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു 6 ദിവസമെങ്കിലും ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. ഇനിയും കുറച്ച് ദിവസം കൂടെയെങ്കിലും നമുക്ക് കുക്കിംഗ് ചെയ്യാനോ വീഡിയോസ് ഇടാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ട് വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയെങ്കിലും അങ്ങനെ ഇടാറില്ലായിരുന്നു. വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും കുക്ക് ചെയ്ത് ഇടും എന്നല്ലാണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാറില്ലായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് ഇടാൻ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് ചാനലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഒരു പനി എനിക്ക് പെട്ടെന്ന് വന്നതും ഞാനതിൽ ഒരുപാട് എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇപ്പോഴും കുക്ക് ചെയ്യാനും ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ നോർമലി എന്തെങ്കിലും ഒന്ന് കഞ്ഞി കുടിക്കുക, അതൊക്കെ മാത്രമല്ലാണ്ട് യാതൊരു കാര്യങ്ങളും നമ്മൾ കിച്ചണിൽ തുടങ്ങിയിട്ടില്ല. എൻ്റെ മൈൻഡിലോ എൻ്റെ ബ്രെയിനിലോ പോലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള ഒരു ആലോചന പോലും ഇല്ലെങ്കിൽ എന്താണ് ഒരു റെസിപ്പി എന്ന് പോലും ഉള്ള ഒരു മൈൻഡ് എനിക്കിപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഇനിയും വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആവും. അപ്പം എന്നെ വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് എന്താണെന്നറിയാതെ തിരക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണിത്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും നാൾ തന്ന സപ്പോർട്ട് ഇനിയും എനിക്ക് നിങ്ങളിൽ നിന്നുണ്ടാവണം. അപ്പം നമുക്ക് ഇതെല്ലാം മാറിയതിന് ശേഷം ഓരോ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വീഡിയോസ് ഇടും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർക്കാണെങ്കിലും നമ്മുടെ അറിയാൻ വയ്യാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കണ്ടിഷ്ടപ്പെട്ടിട്ടും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടും എല്ലാം ഏത് രീതിയിലാണെങ്കിലും നമ്മളെ ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ 1K ആയപ്പോൾ ഞാൻ വന്നൊരു നന്ദി പറയേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് ഈ ക്യാമറ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാൻ ഒരു മടിയുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ക്ലിയറായിട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെ കയ്യിൽ മൈക്കൊന്നും ഇല്ല, നമ്മൾ ഡയറക്റ്റ് ഫോൺ റെക്കോർഡാണ്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും കുറച്ചൊരു ഇതിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമുക്ക് 1K ആയതിൻ്റെതും 1K ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 1298 സംതിങ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബറിനോട് ഒരുപാട് നന്ദി എനിക്ക് പറയാനുണ്ട്.
നിസ്സാരം ഇത് 1K ആകുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇത്രയും വരെ എന്നെ എത്തിച്ചത് നിങ്ങളാണ്. അത് നമ്മുടെ ഫാമിലിയിൽ കുറേ പേരുണ്ട്. അവരൊക്കെ എന്നോട് ഇതുപോലെ വീഡിയോസ് ഇടണോ എന്നൊക്കെ പറയുന്നുണ്ട്, കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് ഒരു മോട്ടിവേഷൻ പോലെ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും എനിക്ക് ഇങ്ങനെ വന്ന് ഇരുന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്ക് പുറത്ത് പോയി ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ്. നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ നോക്കി വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പരിധിയുണ്ട് എനിക്കിവിടെ ഒരു വീഡിയോ എടുക്കുന്നതിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഓരോന്നും ചെയ്യാറുള്ളതും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. കുറച്ച് നാളുകൂടെയൊക്കെ കഴിയുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും. മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തും. അപ്പം ഇനി ഞാൻ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഇതുപോലെയുള്ള ഇങ്ങനെ നേരിട്ട് സംസാരിച്ചും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകളൊക്കെ ഞാൻ കൊണ്ടുവരാം. കുക്കിംഗ് വീഡിയോസ് മാത്രം ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് നമുക്കിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വീഡിയോസ് ഇടാൻ പറ്റാതെ വരുമെന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ഒരു കുക്കിംഗ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമല്ലോ. ആ ഒരു ടേസ്റ്റ് പോലും ഇപ്പം എനിക്കറിയില്ല. ഇപ്പം കഞ്ഞി കുടിച്ചാൽ പോലും അതിൻ്റെ ടേസ്റ്റ് പോലും എനിക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകണം. പിന്നെ നേരിട്ടൊക്കെ കാണുമ്പോൾ ഒത്തിരി പേര് നമ്മളോട് വന്ന് പറയുന്നുണ്ട് കുക്കിങ്ങൊക്കെ നല്ലതാണ്, കുറച്ചും കൂടെ ആളെ കാണിച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളെ കാണിച്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ അത് പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് വിചാരിക്കരുത്. നമ്മളുടെ കിച്ചൺ അതുപോലെ ആളെ കാണിച്ച് നിന്ന് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണുള്ളത്. അതുകൊണ്ടാണ് ചെയ്യുന്നത് മാത്രം കാണിക്കുന്നത്. ഇനി കുക്കിംഗ് അല്ലാതെ തന്നെ നമ്മൾ കഴിവതും എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് നമുക്ക് ആ ഒരു ക്യാമറയോടുള്ള ഒരു അകൽച്ച കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും മാറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനിയും മാറും. എല്ലാവരുടെയും വാക്കുകൾ ഞാൻ സ്വീകരിക്കുന്നതാണ്. കമൻറ്റുകൾ പലരുടെയും ഞാൻ കാണുന്നുണ്ട്. എല്ലാ വീഡിയോസിനും നമുക്ക് ഒത്തിരി കമൻസ് ഒന്നും വരാറില്ലെങ്കിലും ഉള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. നല്ല കമൻസുകളൊക്കെ ഇടുന്നവരുമുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കുറേ ടിപ്പുകളൊക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അതൊക്കെ ഞാൻ ഓരോ വീഡിയോസിലും നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പം അധികം താമസിയാതെ തന്നെ ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. താങ്ക് യു.